ഹലോ നമസ്കാരം. ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത്, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നെങ്ങനെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നേ? നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അവരുടെ വൈകാരികമായ ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അവർ ആൾക്കാരുമായി ഇടപെടുന്നതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഡെയിലി റുട്ടീൻസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരുമായി നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ടോ? മാതാപിതാക്കളോടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികളെ ഇങ്ങനെയൊരു സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കളിക്കാൻ പോകണ്ട, ഫുട്ബോൾ കളിക്കാൻ പോകണ്ട, അല്ലെങ്കിൽ കുട്ടികളുടെ ഓരോ ഗ്രൂപ്പിലേക്ക് വിടണ്ട, ആ സ്ഥലം നല്ലതല്ല, കുട്ടികൾ നല്ലതല്ല, അവിടെ കൂടുന്ന ആൾക്കാരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്യുവാണോ ചെയ്യുന്നത്? ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളുമായി ദിവസവും സംസാരിക്കുകയാണ് വേണ്ടത്. കുട്ടികളുമായി കൊച്ചു വർത്താനം പറയാൻ നമ്മൾ പഠിക്കണം. മാതാപിതാക്കള് കൊച്ചു വർത്താനം പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എപ്പോഴും മാതാവ് പിതാവ് എന്നുള്ള രീതിയിൽ അവരെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവര് നമ്മളോട് പെരുമാറാനും വീട്ടിൽ പെരുമാറാനും അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി എല്ലാ ദിവസവും വരുമ്പം കുട്ടികളുടെ ആ ഒരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളുമായി കൊച്ചു വർത്താനം പറയാനും എല്ലാ ദിവസവും അവര് കടന്നു പോകുന്ന വഴികളെ കുറിച്ച് സംസാരിക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. അപ്പൊ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സന്തോഷം വന്ന് നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുട്ടികളും കൂടുതലായിട്ട് ആ തുറവിയുള്ള സ്ഥലത്ത് കുട്ടികൾ കൂടുതൽ സന്തോഷരാകുകയും ആ കുട്ടികൾക്ക് എന്തും തുറന്നു പറയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ പറയും, ഞാൻ ഇന്ന് സ്കൂളിൽ പോയ വഴിക്ക് ഇനിയൊരു കൊച്ച് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നായിരുന്നു, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലെ കൊച്ച് ഇങ്ങനൊരു സാധനം യൂസ് ചെയ്തപ്പോൾ എന്നോട് വേണോന്ന് ചോദിച്ചായിരുന്നു എന്നുള്ളതൊക്കെ കുട്ടികൾ തുറന്നു പറയാൻ തുടങ്ങും. അപ്പം കുട്ടികൾക്ക് തന്നെ ഒരു ബോധം വരും, ഇത് യൂസ് ചെയ്താൽ എനിക്ക് പല പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ഒരു ബോധ്യം വരുന്നത് ആ തുറന്ന സംസാരവും തുറന്ന കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുമ്പോഴാണ് അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെ എതിർക്കാനായിട്ട് മാത്രമായിരിക്കും അവർ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കാണാതെ രഹസ്യത്തിൽ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അവരെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കളായി മാറുകയല്ല വേണ്ടത്. ഒരു മയക്കൂട്ടുകൂടി അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് തെറ്റ് ശരിയും മനസ്സിലാക്കി പോകുവാനുള്ള ഒരു വഴി തുറന്നിടലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഡ്രഗ് അഡിക്ഷനിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി തരത്തിലുള്ള വൈകാരിക ചേഞ്ചസ് വരുന്നുണ്ട്. അവരുടെ ദേഷ്യത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ദേഷ്യം വരുമ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും, തെറി വിളിക്കുമായിരിക്കും, സാധനങ്ങൾ വലിച്ചെറിയുമായിരിക്കും, നിങ്ങളെ വേദനിപ്പിച്ച് സംസാരിക്കുമായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ സ്വന്തമായി നമ്മുടെ നെഞ്ചത്തിരിക്കുകയും തലക്കിടിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ഫിത്തിക്കറ്റ് കൊണ്ട് കൈ ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെ ആയിരിക്കും കാണിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ള സ്വഭാവ രീതികളൊക്കെ കൂടി വരുമ്പോഴായിരിക്കും കാണിക്കുക. പക്ഷെ ഇങ്ങനെയുള്ള ചേഞ്ചസ് കുട്ടികളിൽ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം. നമ്മളൊരു ഡിറ്റക്റ്റീവിനെ പോലെ അല്ല നിൽക്കേണ്ട. കൂട്ടുകൂടി അവരുടെ വൈകാരികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കണം അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കുട്ടികളുടെ മാനസിക നിലയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. നമ്മൾ മാതാപിതാവ് പിതാവ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, കൂട്ടുകൂടുക, വർത്താനം പറയുക. അവരുടെ കൊച്ചു വർത്താനങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും ഇഷ്ടമില്ല, അനിയനെയാണ് ഇഷ്ടം, അനിയത്തിനെയാണ് കൂടുതൽ ഇഷ്ടം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊന്നും ഇവിടെ ഒരു വിലയില്ല, വാല്യൂ ഇല്ല, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവാം. സോ ആ ചിന്തകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മാറിക്കോളും, പിന്നെ ഇതിൻ്റെ അകത്ത് മാറ്റം വരും എന്നൊക്കെയുള്ള ഇതിലേക്ക് നമ്മൾ മുൻവിധിയോടുകൂടി പോകാതെ ആ കുട്ടികളുടെ ആ മാനസികാവസ്ഥകളെ മാറ്റാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർ നല്ലൊരു വ്യക്തിത്വമായി മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നല്ലൊരു മാതാപിതാക്കളാകുക, നമ്മുടെ കുട്ടികളുടെ കൂടുതൽ ഒരു സന്തത സഹചാരിയാകുക, അവരെ നിയന്ത്രിക്കാനോ മീൻസ് അവരെ ഓൾവേസ് ഓതോറിറ്റേറിയൻ പേരന്റിങ്ങിൽ നിൽക്കാതെ കൂട്ടുകൂടുക. അതുപോലെ തന്നെ അവരിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസും നമ്മൾ നോട്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള റെമഡി കൂട്ടുകൂടി തന്നെ അവരിലേക്ക് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം. തെറിവിളിയും ചീത്തവിളിയും ഇനി ഒരിക്കലും നന്നാകില്ലടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒന്നും പോകാതെ അവരുടെ കൂടെ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന ഒരു സമീപനമായിരിക്കണം മാതാപിതാക്കൾ കൊടുക്കേണ്ടത്.
അപ്പം ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിയിലേക്ക് പോകാതിരിക്കാൻ മാതാപിതാക്കൾ തന്നെ സ്വന്തം കുടുംബത്തിൽ തന്നെ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുക. വെളിയിൽ നിന്നല്ല, നമ്മുടെ കുടുംബത്തിൽ തന്നെ സമാധാനത്തിന്റെ അന്തരീക്ഷം കൊടുത്തുകൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്താതെ അവരുടെ കൂടെ നിൽക്കുക. അങ്ങനെ നല്ലൊരു കുടുംബത്തിനെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.